ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അനുമോളുടെ ആദിലനോട് PR എന്താണ് ഈ നിമിഷം മൊത്തത്തിൽ പറയാനുള്ളത്? സന്തോഷം, ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും ഭയങ്കര പ്രൗഡായിട്ട് അഭിമാനത്തോടെ ഇവിടെ നിൽക്കല്ലേ. അവരുടെ ഗെയിമിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു 100 ടോപ്പ് 5 എത്തുമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് അങ്ങോട്ട് 100 ടോപ്പ് 5 അല്ല, 100 വിന്നറാവെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. 100 എന്തുകൊണ്ട് ടോപ്പ് 5 എത്തിയില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ആർക്കും അറിയില്ല. എല്ലാവരും അറിയുന്നത് പോലെയും എല്ലാവർക്കും അറിയുന്ന പോലെയും ആസ് എ മുൻ കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിലും ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഡയറക്റ്റ് ഫിനാലയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു ആളാണ് ടിക്കറ്റ് ഫിനാലെ. അതിനകത്ത് അൺഡിസേർവിങ് എന്നുള്ള ലെവലിലാണ് അവർ ഫിനാലെ വീക്ക് എന്ന് പറഞ്ഞൊരു ക്രിയേഷൻ പോലും നടത്തിയത്. ആ സമയത്ത് എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു ഫൈനലിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു ഇതാണെന്നുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും പെർസെൻറ്റേജ് കാണിക്കുന്ന സമയത്ത് അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ പെർസെൻറ്റേജ് ലെവലിൽ നോക്കിയാൽ പോലും ആദിലയുടെയും നൂറയുടെയും ഒരുമിച്ചുള്ള വോട്ട് വരുമ്പോൾ നൂറ ഫസ്റ്റ് പൊസിഷനിലാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് നിന്ന അനുമോളായാലും അതുപോലെ അനീഷ ആയാലും ഷാനവാസ് ആയാലും ഒക്കെയുള്ള ആളുകളുടെ കൗണ്ടിന് ഏകദേശം മുകളിലേക്കാണ് ആ കൗണ്ട് വരുന്നത്. മേ ബി വിന്നറാവുമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് പുറത്താക്കിയതാണോ? ഈ 99ാമത്തെ ദിവസം കൊണ്ടുവന്ന് ആക്കിയതിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു മറ്റൊരു കാര്യം ചോദിച്ചാൽ ഈ വോട്ടിങ്ങിന്റെ ലിസ്റ്റ് കാണിച്ച സമയത്ത് വോട്ടിങ്ങിന്റെ അക്ബർ ടോപ്പ് 5 ഡിസേർവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഞാൻ അക്ബർ ഒരിക്കലും അക്ബർ ടോപ്പ് 5 മുകളിൽ വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അല്ല, ഈ വോട്ടിംഗ് ലിസ്റ്റ് എവിക്ഷനിലുള്ള ഓരോ വോട്ടിംഗ് ലിസ്റ്റ് കാണിച്ചിരുന്നല്ലോ. ആ ശതമാനത്തിൽ ഒരു സമയത്ത് പോലും അക്ബറിന് ആദിലിനെയും നൂറേനേക്കാളും കൂടുതൽ വോട്ടുള്ള ഒരു ശതമാനം ഒരു തവണ പോലും ഉണ്ടായിരുന്നില്ല. നെവിനും ഉണ്ടായിരുന്നിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അങ്ങനെ ഒരു വ്യത്യാസം വന്നത്? അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഈ വോട്ടിംഗ് കൗണ്ട് എന്ന് പറയുന്നത് അവർ കാണിക്കുന്നതല്ലേ. ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങളെ കുട്ടികൾക്ക് ചെയ്തിരിക്കുന്ന വോട്ട് എത്രത്തോളം ഉണ്ടെന്ന്. അത് ഇവരെല്ലാവരും കൂടെ ചെയ്ത കഷ്ടപ്പെട്ട വർക്കാണ്. അപ്പോൾ അത് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മളതിൽ ഓരോ ഈച്ച് ആൻഡ് എവ്രി വൺ വോട്ടിൻ്റെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 പൊസിഷൻ ഞങ്ങൾ നോക്കി വന്ന സമയത്ത് 3rd പൊസിഷനിൽ വരെ നിന്നതായിരുന്നു. പക്ഷേ ഫൈനൽ വരുന്ന സമയത്ത് മേ ബി ചാൻസസ് ഉണ്ടായിരുന്നായിരിക്കും. ചിലപ്പോൾ ടോപ്പ് 2 അല്ലെങ്കിൽ വിന്നറിലേക്കോ ഉള്ളൊരു ചാൻസസ് ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ ആ 3 പൊസിഷൻ ഞങ്ങൾ കണ്ടിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ടപ്പേന്ന് പറഞ്ഞിട്ട് ആളിനെ പുറത്താക്കുക എന്ന് പറയുന്നത് അതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അനുമോളുടെ ഓഡിയൻസ് വേറെ, ആദിലയുടെ ഓഡിയൻസ് വേറെ, നൂറയുടെ ഓഡിയൻസ് വേറെയാണ്. അനുമോളുടെ ആദിലയുടെ നൂറയുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു പട്ട ഗേൾസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവരുടെ ഓഡിയൻസ് അവരുടെ ഒരു ടീം കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പരിധിയിൽ മാത്രമേ ഉള്ളൂ ആ ഒരു കണക്ക് എന്ന് പോലും പറയുന്നത്. പക്ഷെ എന്നാൽ പോലും അവർ ഈ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന സാഹചര്യത്തിലും അവർ ഈക്വൽ ചെയ്ത് തന്നെയാണ് വോട്ടുകൾ എല്ലാവർക്കും കൊടുത്തതെന്നുള്ളതാണ്. കാരണം അവരൊരിക്കലും അതിനകത്തുള്ള പ്രശ്നങ്ങളൊന്നും പുറത്ത് ബാധിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുമില്ല. സോ അതൊരു സൈഡ് മാത്രമാണ്. പക്ഷെ അത് ഇല്ലെങ്കിൽ പോലും അവരുടെ വോട്ടിന്റെ കൗണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അത് ഇങ്ങനെ അങ്ങ് ചതിച്ചു. ഒറ്റക്കൊരു കാര്യം, ദേശന കഴിഞ്ഞ ദിവസം ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇവരാരെങ്കിലും വിജയിച്ചില്ലെങ്കിൽ, അതായത് ഇനിയൊരു കണ്ടസ്റ്റന്റ് നല്ലൊരു ബിഗ് ബോസ് ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് ഇപ്പം എന്താ പറയാനുള്ളത്? എന്തോ, അതായത് നൂറയ്ക്കോ അതിലേക്ക് ജയിച്ചില്ലെങ്കിൽ ഇനിയൊരു നല്ലൊരു ബിഗ് ബോസിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് അത്രയും ചരിത്ര സംഭവവും ഏറ്റവും വലിയ TRP ഉണ്ടാക്കിയ 2 പെൺകുട്ടികളാണ് നൂറയും ആദിലയും. ഈ സീസൺ അറിയപ്പെട്ടത്, ഈ സീസൺ ചലഞ്ച് ആയത് നൂറയുടെ ആദിലയുടെയും പേരിലാണ്. അതുകൊണ്ടിട്ട് LGBT കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഏറ്റവും